പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനും ആളുകളെ ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകി ഈശോയുടെ അനുയായികളാക്കുന്നതിനുമായി അയച്ച ആ ഓർമ്മ ആചരിക്കുന്ന ശ്ലീഹാകാലത്ത് ഇന്ന് വളരെ സുപ്രധാനമായ ചില ആത്മീയ ഓർമ്മപ്പെടുത്തലുകൾ ഈശോ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ശിഷ്യനായി ഈശോയുടെ ആളുകളായി മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമുക്ക് കൂടെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ ധ്യാനമായി തിരുസഭ നമുക്ക് നൽകുന്നത്. നിത്യജീവൻ്റെ വചസ്സുകളെക്കുറിച്ചാണ്. ഇതിന് മുമ്പുള്ള ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 2 അത്ഭുതങ്ങളും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ നൽകുന്ന സുദീർഘമായ പ്രബോധനവുമാണ്. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നത്തെ തിരുവചനത്തിൻ്റെ ആദ്യ വാക്യം ഇങ്ങനെയാണ്: ഇതെല്ലാം കേട്ടപ്പോൾ ചില ശിഷ്യന്മാർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ഇത്ര ഗഹനമായ, ഇത്ര കാഠിന്യമെന്ന് ഈ ശിഷ്യന്മാർ പറഞ്ഞ രീതിയിലുള്ള ഈ സ്വർഗീയ രഹസ്യങ്ങൾ ഈശോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നതിനാണ്, 2 വെള്ളം വീഞ്ഞാക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിലേക്ക് വളരെ നേരെയുള്ള സൂചന നൽകുന്ന 2 അത്ഭുതങ്ങൾ. അപ്പം ഫോട്ടോ കോപ്പി ഉണ്ടാകുന്നത് പോലെ വീണ്ടും അതേപോലെ വർദ്ധിച്ചു വരുന്ന ഒരു സംഭവം ശിഷ്യന്മാരും ആളുകളും ആദ്യമായിട്ട് കാണുകയായിരുന്നു. അവർക്ക് മനസ്സിലായി, ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. 2-ാമത്തെ അത്ഭുതം വെള്ളത്തിന് മുകളിൽ കൂടി ഈശോ നടന്നതാണ്. വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ചെറിയ കല്ലിട്ടാൽ പോലും അതിൽ താണുപോകും, മുകളിൽ നിൽക്കില്ല. അപ്പോൾ സാധാരണ ഭാരമുള്ള ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മുകളിൽ ഒട്ടും താണുപോകാതെ അതിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്കും ആളുകൾക്കും മനസ്സിലായി, ഇത് മനുഷ്യ ചിന്തയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, മനുഷ്യ സാധാരണമായ ഒരു കാര്യമല്ല, മറിച്ച് ദൈവികമായ ഒരു പ്രവർത്തനമാണ്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ ഇപ്രകാരം മാനുഷികമായ ചിന്തകൾക്കനുസരിച്ചുള്ള ഒരു മാറ്റമോ മാനുഷികമായ രീതിയിലുള്ള ചില വ്യത്യാസങ്ങളോ അല്ല സംഭവിക്കുന്നത്, മറിച്ച് ദൈവികമായ ഇടപെടലാണ് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അപ്പത്തിനും വീഞ്ഞിനും പകരം അപ്പം വർദ്ധിപ്പിച്ചും വെള്ളത്തിന് മുകളിലൂടെ നടന്നും ഈശോ ശിഷ്യന്മാരെ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായി പരിശ്രമിച്ചു. ഈശോ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഘോഷണം നടത്തുന്നതിനിടയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം. മുമ്പ് അവരുടെ പൂർവ്വികർക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ് അവരെ ഓർമ്മിപ്പിച്ച് അത്തരമൊരു കാര്യം നടന്നിട്ടുണ്ട്. ആ ഒരു അപ്പം അതുപോലെ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുകയാണ്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈശോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് 1-2 ധ്യാന വിചാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒന്നാമത്, ഇതെല്ലാം കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ആത്മീയ കാര്യങ്ങളോട്, ദൈവിക കാര്യങ്ങളോട് എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഒരു പൊതുചിന്ത ഇങ്ങനെയാണ്: ഇത് കട്ടിയാണ്, ഇത് കഠിനമാണ്, ഇത് സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന കാര്യമല്ല. ഒരുപക്ഷെ നമുക്ക് ആത്മീയ കാര്യങ്ങളോടൊരു മടുപ്പ് തോന്നുന്നെങ്കിൽ അത് എല്ലാ കാലത്തും അത് മനുഷ്യനിൽ ഉളവാക്കുന്ന ഒരു ചിന്ത തന്നെയാണ്. പ്രാർത്ഥനയോട് മടുപ്പ്, ധ്യാനത്തോട് മടുപ്പ്, വിശുദ്ധ കുർബാനയോട് മടുപ്പ്, ജപമാല പ്രാർത്ഥനയോട്, ബൈബിൾ വായനയോട് മടുപ്പ് തോന്നുമ്പോൾ നമ്മൾ ആദ്യമേ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവികമായ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ എപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്
ചില സ്വാഭാവികമായ തടസ്സങ്ങളെ മറികടക്കേണ്ടതുണ്ട്. ഈ കാലത്തെ ആളുകളുടെ വർത്തമാനങ്ങളും കലകളിലൂടെയുള്ള അവതരണങ്ങളും പ്രത്യേകിച്ച് സിനിമകളിലൊക്കെ നമ്മുടെ ആത്മീയ കാര്യങ്ങളെയൊക്കെ കാണുമ്പോൾ കാണിക്കുമ്പോൾ അതൊരു ചിലപ്പോൾ ഹാസ്യം കലർന്ന രീതിയിൽ അത് ഒരു സാധാരണ ചിന്താഗതിക്കാരന് പറ്റുന്നതല്ല എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ആത്മീയ കാര്യങ്ങളെ അപ്രായോഗികമായിട്ട്, സാമാന്യബുദ്ധിക്ക് നിരക്കാത്തതായിട്ട്, ഈ കാലത്തിന് ചേരാത്തതായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു. കുർബാനകളെക്കുറിച്ച്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സിനിമകളിലൊക്കെ പലപ്പോഴും നല്ല അർത്ഥത്തിലല്ല ഉപയോഗിക്കപ്പെട്ട് കാണുന്നത് എന്ന് നമുക്കറിയാം. അതൊരു ആത്മീയമായ ആശ്വാസം നൽകുന്ന കാര്യമോ ദൈവത്തെ കൂടെ കിട്ടി ഒരു മനുഷ്യന് കൂടുതൽ ബലം വയ്ക്കുന്ന കാര്യമായിട്ടോ ഒന്നുമല്ല ഇത്തരം കലാരൂപങ്ങളിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് അതൊരു പഴഞ്ചൻ കാര്യമാണെന്നുള്ള ചിന്താഗതിയാണ് ലോകത്തിന് പൊതുവേ ഉള്ളത്. അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അത് ഈശോ ഈ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. 6-ാം അധ്യായം 65-ാം വാക്യം, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആത്മീയ കാര്യങ്ങളോട് ഒരു താല്പര്യം ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം, ഒരു കൃപാവരം തന്നെയാണ്. നമുക്ക് ദൈവത്തെ കൂടാതെ, ദൈവമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ദൈവത്തെ അറിയാൻ, മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ടത് ഈ കൃപ ലഭിച്ചവർക്ക് ലഭിക്കുന്ന ആ കൃപാവരം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൽ നിന്ന് വരം ലഭിച്ച് ഈശോയെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ദൈവികതയെ സ്നേഹിക്കാനും ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് ലോകം തടസ്സം നിൽക്കുന്ന ആ കാര്യങ്ങളെ മറികടക്കാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ തിരുവചനങ്ങളുടെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യം, ഈശോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ, ഈശോ പറഞ്ഞ മറുപടികൾ കേട്ടപ്പോൾ വളരെയേറെ പേർ ഈശോയെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് പറയുന്നു. വളരെ ദുഃഖകരമായ 2 വാക്യങ്ങളാണത്. അവർ ഈശോയെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും ഈശോയുടെ കൂടെ നടന്നില്ല. അവർക്ക് മനസ്സിലാകാതെ വന്നു എന്നതിൻ്റെ പേരിൽ അത് തങ്ങൾക്ക് ചേരാത്തതാണ് എന്ന് ചിന്തിച്ച് അവർ ഈശോയെ വിട്ടുപോകും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണത്. ദൈവത്തെ വിട്ട് മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാൻ അവർ ചിലപ്പോൾ അത് വർത്താണെന്ന്, അത് കൂടുതൽ നല്ലതാണെന്ന് ചിന്തിക്കുന്നതെങ്കിൽ അത് അപ്രകാരം ചിന്തിക്കുന്നവരുടെ അറിവില്ലായ്മയാണ് എന്നാണല്ലോ നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈശോയെ വിട്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ, കഠിനകരമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ വിട്ടുപോവുകയല്ല, ഈശോയുടെ കൂടെ നടക്കാതിരിക്കുകയല്ല, മറിച്ച് ഈശോയോട് കുറച്ചുകൂടി ചേർന്നിരിക്കാൻ അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ വിട്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല, ഒരു കാര്യവും കൂടുതൽ എളുപ്പമാകുന്നുമില്ല. മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകുന്നതും നല്ലതാകുന്നതുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹം. ജീവിതത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ, ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിട്ടുപോവുകയല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓർമ്മിക്കാം. മൂന്നാമത്തേത് ഒരു ശിമിയോൻ പത്രോസ് നൽകുന്ന തിരിച്ചറിവാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും കുറച്ച് ശിഷ്യന്മാർ വിട്ടുപോയപ്പോൾ അപ്പസ്തോലന്മാരുടെ തലവനായിരുന്ന ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവ്, ഇവരൊക്കെ പോകുന്നു, പക്ഷെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? കാരണം ഞങ്ങൾക്കറിയാം നിന്റെ പക്കൽ നിത്യജീവൻ്റെ വചസ്സുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അറിയുന്നത് ബുദ്ധിയുടെ തലത്തിലാണ്, വിശ്വസിക്കുന്നത് ഹൃദയത്തിൻ്റെ തലത്തിലാണ്. ബുദ്ധിയിലും ഹൃദയത്തിലും ഈശോയെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർക്കറിയാം, നിത്യജീവൻ എന്ന കാര്യത്തിന് ഈശോ ഇല്ലാതെ, ഈശോയെ ഒഴിവാക്കിക്കൊണ്ട് ആർക്കും സാധ്യമല്ല. ആ ഒരു മർമ്മം ഗ്രഹിച്ച ശിമിയോൻ പത്രോസ് പറയുന്നു, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടേക്ക് പോകാനാണ്? എന്ത് നേടാനാണ്? അതിലൊന്നും കാര്യമില്ല, കഴമ്പില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഏത്
ബുദ്ധിമുട്ടിൻ്റെയും വിഷമത്തിൻ്റെയും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലും ഈശോയെ വിട്ടുപോകാതിരിക്കാൻ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ, കർത്താവെ, ഞങ്ങൾ പുറത്തേക്കല്ല, നിന്നിൽ നിന്ന് അകന്നല്ല, നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ജീവിതാനുഭവങ്ങളും നമ്മളെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാവട്ടെ, മറിച്ച് ഈശോയിൽ നിന്ന് അകന്നു പോകുന്നതല്ല, വിട്ടുപോകുന്നതല്ല, ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 2 തരത്തിലുള്ള ശിഷ്യന്മാരെ ഈ തിരുവചനം നമുക്ക് മാതൃകകളായി മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒന്ന്, ഈശോ പറയുന്ന കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ കഠിനമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവനെ വിട്ടുപോകുന്നവർ. 2ാമത്തെ കൂട്ടർ ശിമയോൻ പത്രോസിനെ പോലെ ആരൊക്കെ പോയാലും ഞങ്ങൾ നിന്നിൽ നിന്ന് മാറില്ല എന്ന് ഈശോയെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്നവർ. നമുക്ക് വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് ഈശോയുടെ കൂടെ നിന്ന് നിത്യജീവൻ സ്വന്തമാക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാനുള്ള അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ശ്ലീഹ കാലത്തിൻ്റെ ചൈതന്യത്തിൽ ഈശോയെ വാക്കിലും പ്രവൃത്തിയിലും പ്രഘോഷിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.